റെയിൽവേയുടെ തൊഴിലാളി ദ്രോഹ നടപടികൾക്കെതിരെ ട്രെയിൻ ലോക്കോ പൈലറ്റുമാരുടെ അനിശ്ചിതകാല സത്യാഗ്രഹം ആരംഭിച്ചു. ഓൾ ഇന്ത്യ ലോക്കോ റണ്ണിംഗ് സ്റ്റാഫ് അസോസിയേഷൻ പാലക്കാട് ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലക്കാട് DRM ഓഫീസിന് മുന്നിലാണ് സത്യാഗ്രഹം ആരംഭിച്ചത്. പാലക്കാട് ഡിവിഷന് കീഴിൽ നിലവിൽ 20% ഒഴിവുകൾ ഉണ്ടായിട്ടും ലോക്കോ റണ്ണിംഗ് കേഡറിലെ ഉയർന്ന വിഭാഗങ്ങളിൽ 1.5 വർഷമായി നിയമനങ്ങൾ നടന്നിട്ടില്ല. പകരം ഒഴിവിനെ മറികടക്കാൻ അവധി നിഷേധിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും സമരക്കാർ പറഞ്ഞു. പുതുതായി പ്രഖ്യാപിച്ച ട്രെയിനുകൾക്ക് പുതിയ ലോക്കോ പൈലറ്റുമാരെ നിയമിക്കാതെ നിലവിലുള്ളവർക്ക് ജോലിഭാരം വർദ്ധിപ്പിക്കുന്നു. അതീവ ജാഗ്രത പാലിക്കേണ്ട ജോലിയായിരുന്നിട്ടും യാത്രക്കാരുടെ സുരക്ഷയെ മാനിക്കാത്ത റെയിൽവേ നടപടികൾക്കെതിരെയാണ് സമരമെന്ന് അവർ ചൂണ്ടിക്കാട്ടി. ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ലോക്കോ പൈലറ്റുമാർക്ക് വിശ്രമിക്കാൻ സമയം കൊടുക്കാതെ, ഒരു മാനുഷികമായ പരിഗണന നൽകാതെ അവരെ കൊണ്ട് മനുഷ്യത്വ വിരുദ്ധമായി ജോലിയെടുപ്പിക്കുകയാണ് റെയിൽവേ അധികൃതർ. ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി പോലും പറഞ്ഞു 10 മണിക്കൂറിൽ കൂടുതൽ തുടർച്ചയായി അവരെ കൊണ്ട് ജോലിയെടുപ്പിക്കാൻ പാടില്ല, ആവശ്യത്തിന് വിശ്രമം കൊടുക്കണമെന്ന് പറഞ്ഞു. എന്നാൽ സുപ്രീം കോടതിയുടെ പരമോന്നത കോടതിയുടെ വിധിയെപ്പോലും മാനിക്കാതെ 14 മണിക്കൂർ മുതൽ 16 മണിക്കൂർ വരെ ഇടവേളയില്ലാതെ ലോക്കോ പൈലറ്റുമാരെ കഠിനമായി പണിയെടുപ്പിക്കുന്നു, അടിമപ്പണി ചെയ്യിക്കുന്നു. 6 മണിക്കൂർ ഒരു ദിവസം 6 മണിക്കൂർ ഇടവേളയ്ക്ക് അവരിരിക്കുമ്പോഴത്തന്നെ അടുത്ത ഫോൺ കോൾ വരികയാണ്, അടുത്ത മെസ്സേജ് വരികയാണ്, അവരെ വിളിക്കുകയാണ്. അതിന് കാരണം നമ്മുടെ രാജ്യത്ത് 35,000-ഓളം ലോക്കോ പൈലറ്റുമാരുടെ ഒഴിവുണ്ട്. യഥാർത്ഥത്തിൽ 3 ഷിഫ്റ്റിലായി കൃത്യമായി ശാസ്ത്രീയമായി സുരക്ഷിതമായി ട്രെയിനുകൾ ഓടിക്കണമെങ്കിൽ അവർക്ക് ആവശ്യത്തിന് മതിയായ വിശ്രമം വേണം. അതുപോലെ ശാസ്ത്ര സാങ്കേതിക വിദ്യ റെയിൽവേയിൽ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് അപകടങ്ങളും അതുപോലുള്ള അത് ഒഴിവാക്കി യാത്ര സുഗമമാക്കാൻ, ഈ റെയിൽവേ ഗതാഗതം സുഗമമാക്കാനുള്ള ഒരു നടപടിയും ഇന്ത്യ ഗവൺമെൻറ് സ്വീകരിക്കുന്നില്ല. ഈ പാലക്കാട് ഡിവിഷൻ്റെ ഓഫീസിൽ നിന്ന് ബഹുമാനപ്പെട്ട CND അവറുകൾ പുറത്തുവിട്ടു. ആ റോസ്റ്റർ ഒരു കാരണവശാലും ഈ ലോക്കോ പൈലറ്റുമാർക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു റോസ്റ്ററാണ് അവരിട്ടിട്ടിരിക്കുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ 4ഉം 5ഉം 6ഉം കണ്ടിന്യൂസ് നൈറ്റ് ഡ്യൂട്ടികൾ. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ആഴ്ചയിൽ ഒരു നാൾ കിട്ടേണ്ട വിശ്രമത്തിൽ പോലും കൈവച്ചുകൊണ്ട് ഞങ്ങളെ മനുഷ്യരല്ല എന്നുള്ള രീതിയിലുള്ള ഒരു ക്രൂലിംഗാണ് ഈ ഓഫീസിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളത്. അത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം തൻ്റെ ഇപ്പോഴത്തെ AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഇവരൊക്കെ കമ്പ്യൂട്ടറാണ്, മനുഷ്യരും ഞങ്ങൾക്കൊന്നും എങ്ങനെയാണ് ഒരു മനുഷ്യന് വർക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ലിങ്ക് കൊണ്ട് ഞങ്ങൾക്ക് സഖി കെട്ടിയിട്ടാണ് ഞങ്ങൾ ഈ DRM ഓഫീസിൻ്റെ ഈ മുന്നിൽ വന്ന് ഈ പന്തലിൽ ജനാധിപത്യ രീതിയിലുള്ള ഒരു ഗാന്ധിയൻ സമരത്തിലേക്ക് ഞങ്ങൾ നീങ്ങുന്നത്. സമരത്തിൽ നിരവധി ജീവനക്കാർ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.